വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യ ട്രസ്റ്റും ചിറ്റൂർ ഗവൺമെൻറ് കോളേജിലും സംഗീത വിഭാഗവും ചേർന്ന് സംയുക്തമായി നടത്തുന്ന വിദ്യാഭ്യാസ സെമിനാറിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പരിപാടി ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. നിഖില. സ്വാഗതം പറയുന്നതിനായി സംഗീത വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ സാഹിത്യ ടീച്ചറെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികൾക്ക് നമസ്കാരം. ശ്രീ വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യയെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യ ട്രസ്റ്റും നമ്മുടെ കോളേജിലെ സംഗീത വിഭാഗവും ചേർന്ന് നടത്തുന്ന ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സഹൃദയം സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഈ പരിപാടിക്ക് അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന നമ്മുടെ പ്രിൻസിപ്പൽ ഇൻചാർജ് ക്യാപ്റ്റൻ ഡോക്ടർ ജുലാൽ സാറെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംവദിക്കുന്നതിനായി ഇന്നിവിടെ എത്തിയിട്ടുള്ളത് മലയാള സംഗീത സംവിധാന രംഗത്തെ മുതിർന്ന സംഗീതജ്ഞനായ ശ്രീ വിദ്യാധരൻ മാസ്റ്റർ അവർകളാണ്. മലയാള സിനിമാ സംഗീതത്തിൻ്റെ എല്ലാ കാലഘട്ടത്തിലുള്ള ഉയർച്ചകളും കണ്ട് പഴയതും പുതിയതുമായ എല്ലാ തലമുറകളിലും പെട്ട സംഗീതജ്ഞരുമായി സംവദിച്ച അനുഭവ സമ്പത്തുള്ള വിശിഷ്ട വ്യക്തിയാണ് വിദ്യാധരൻ മാസ്റ്റർ. സാർ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് തീർച്ചയായും നമ്മുടെ സംഗീത വിഭാഗത്തിൻ്റെ ഒരു മഹാഭാഗ്യമായി നമുക്ക് കണക്കാക്കാം. വിദ്യാധരൻ മാസ്റ്റർ സഹൃദയം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഇന്ന് നമുക്കിവിടെ സാധ്യമായത് ശ്രീ വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യ ട്രസ്റ്റിൻ്റെ സഹായത്തോടു കൂടിയാണ്. ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ ഇന്നിവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. ട്രസ്റ്റിൻ്റെ ട്രഷററായ ശ്രീ നീലകണ്ഠൻ സാർ അവர்களാണ് ട്രസ്റ്റിൻ്റെ ട്രഷറർ. സാറെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ശ്രീ ആനന്ദി പ്രസാദ് സാർ അവர்களാണ്. നമുക്ക് ഇവിടെ നമ്മുടെ സംഗീത വിഭാഗത്തിൽ ഉണ്ടായിരുന്ന ധനലക്ഷ്മി ടീച്ചറുടെ ചെറിയച്ഛനാണ് പ്രസാദ് സാർ. സാറെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ട്രസ്റ്റിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ വി ടി മുരളി സാറാണ്. സാർ ഇതിനു മുന്നേ നമ്മുടെ കോളേജിൽ ഒരു പ്രോഗ്രാമിന് വന്ന് നമ്മൾ പരിചയപ്പെട്ട സാറാണ് മുരളി സാർ. സാറെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. IQAC കോർഡിനേറ്റർ വിജയകൃഷ്ണൻ സർ, PTA പ്രസിഡന്റ് ഡോക്ടർ സുരേഷ് സർ, സംഗീത വിഭാഗം അലുമിനിയായ സംഗീതിക അലുമിനി അസോസിയേഷൻ സെക്രട്ടറി ശ്രീ രവീന്ദ്രൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. സാറെ സ്വാഗതം ചെയ്യുന്നു. കോളേജ് യൂണിയൻ എക്സിക്യൂട്ടീവ് മെമ്പർ CBS സാർ, CBS സ്വാഗതം ചെയ്യുന്നു. ഈ ഉദ്ഘാടനത്തിന് ശേഷം ജനപ്രിയ സംഗീതത്തിൻ്റെ നാൾവഴികൾ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ചർച്ച
ഈ വേദിയിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഈ പരിപാടി പ്രബന്ധം അവതരിപ്പിക്കുന്നത് ശ്രീ വി ടി മുരളി സാറും മോഡറേറ്റർ സംഗീത വിഭാഗം HOD ഡോക്ടർ ശ്രീജ KK-യുമാണ്. ശ്രീജ ടീച്ചറെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഇൻചാർജ് ക്യാപ്റ്റൻ ഡോക്ടർ ഋതുക സാറാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ആരാധനായ വിദ്യാരമാസം ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ചിറ്റൂർ ഗവൺമെൻറ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ, റിസർച്ച് ചെയ്യുന്ന കാലഘട്ടത്തിലുമൊക്കെ കേരളത്തിലെ അറിയപ്പെടുന്ന ഗവൺമെൻറ് കോളേജിൽ ഏതാണ് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിലെന്തായാലും ഒരു 2-3 പേരുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ചിറ്റൂർ കോളേജ് അന്നുമുണ്ട്, അതിന്നുമുണ്ട്. കാരണം ചിറ്റൂർ കോളേജ് അറിയപ്പെട്ടത് മ്യൂസിക് കോളേജ് എന്നുള്ള രീതിയിലാണ്. സംഘടനാ രംഗത്ത് നിൽക്കുന്ന അന്നത്തെ നേതാക്കളെ പിന്നെയും കാണുമ്പോൾ പറയുന്നത് മ്യൂസിക് കോളേജിലെ, അതായത് ഇപ്പോഴും അവരുടെയൊക്കെ മനസ്സിൽ ചിറ്റൂർ ഗവൺമെൻറ് കോളേജ് എന്ന് പറയുന്നത് ഒരു മ്യൂസിക് കോളേജാണ്. പിന്നീടാണ് നമ്മൾ പറയുന്നത് മ്യൂസിക് കോളേജ് വേറെ ഉണ്ടെങ്കിലും ചിറ്റൂർ കോളേജാണ് ആദ്യമായി, അല്ലെങ്കിൽ ഒരുപാട് നാളത്തെ പരിചയമുള്ള കോളേജുകളിൽ ഒന്നെന്ന് പറയുന്നത്. അധ്യക്ഷ പ്രസംഗം ദീർഘിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്കറിയാം ഇവിടെ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികളുടെ പ്രസംഗവും അതുപോലെ അതിനുശേഷമുള്ള പരിപാടികളും എല്ലാം തന്നെയുണ്ട്. ഒരു കാര്യം മാത്രമാണ് വിദ്യാർത്ഥികളോട് സൂചിപ്പിക്കാനുള്ളത്. ഇന്നലെ ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. വ്യക്തിപരമായിട്ട് എൻ്റെ സ്വഭാവം പലർക്കും അറിയാമെന്നുള്ളതുകൊണ്ട് അത് ഞാൻ ഒന്നും കൂടി സൂചിപ്പിക്കുക. ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ പരമാവധി ബഹളമുണ്ടാക്കാതെ, കാരണം ഇന്നലെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു. അതും മത്സരഭാഷയാണ് കുറേ അതിൻ്റെ പിന്നാലെ നടന്നത്. പരിപാടിയുടെ തുടങ്ങുന്ന സമയം മുതൽ നല്ല രീതിയിലുള്ള ബഹളമുണ്ടായിരുന്നു. ഇന്നതുണ്ടാകില്ല എന്നുള്ള പ്രതീക്ഷയാണ് ഞാൻ വെച്ചു പുലർത്തുന്നത്. എൻ്റെ പ്രതീക്ഷ അസ്ഥാനത്താകരുത് എന്നുള്ള ഒരഭിപ്രായം മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ഈ പരിപാടി സാറാണ് ഇതിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത്. എന്നാൽ സാറിൻ്റെ അഭാവത്തിൽ ഇന്നും അതേപോലെ തന്നെ ഇന്നും എനിക്ക് ഈ അധ്യക്ഷ പദവിയിൽ ഇരിക്കേണ്ടി വന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതേപോലെ പിന്നിലിരിക്കുന്ന വിദ്യാർത്ഥിനികൾ 2 സൈഡിലും വന്ന് നിങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കണം. പിന്നാലെ ഇരുന്നു വന്നു കഴിഞ്ഞാൽ മുന്നിലിരിക്കുന്ന ആൾക്കാർ മാത്രമല്ല, പിന്നിലിരിക്കുന്ന ആൾക്കാർക്കും കൂടി വേണ്ടിയാണ്. അതുകൊണ്ട് ദയവീത് നിങ്ങൾ കൂടി മുന്നോട്ട് വന്നിരിക്കണമെന്നുള്ള അഭിപ്രായം മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം എന്നുള്ള രൂപത്തിൽ അല്ലെങ്കിൽ പോലും എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ, നന്ദിയും പ്രകാശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ.